അങ്ങനെ സർവമായ എന്ന പടം കണ്ടു. നല്ലൊരു നൈസ് പടം. നിവിൻ പോളിയുടെ ഇത്രക്കും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു പടം കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. നിവിൻ പോളിയും അജു വർഗീസും ഇവർ രണ്ടുപേരുടെയും കോംബോ അത് വേറൊരു വൈബ് തന്നെയാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ ആക്ഷൻ ഡ്രാമയിലാണ് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു കോംബോ പിന്നീട് നമുക്ക് കിട്ടിയത് ഇത്രയും കാലത്തിന് ശേഷം സർവമായ എന്ന ഈ ഒരു പടത്തിലാണ്. പിന്നെ എനിക്ക് ആകെ തോന്നി ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി കുറച്ച് വീക്കായതുപോലെ തോന്നി. അതായത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ പടം കാണുമ്പോൾ അതൊന്നും നമ്മുടെ മൈൻഡിൽ വരില്ല. കാരണം അത്രക്കും എൻ്റർടൈൻ ചെയ്തുകൊണ്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനുള്ള എല്ലാ ഭാഗ്യം പടത്തിലുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു പടത്തിൽ നന്നായിട്ട് വർക്കായിട്ടുള്ളത് നിവിൻ പോളിയുടെ ആ ഒരു ഹ്യൂമർ സെൻസാണ്. ആ ഒരു പടത്തിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്തു. അജു വർഗീസും നിവിൻ പോളിയും വരുന്ന മിക്ക സീനിലും കോമഡി അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പടമാണ്. ഈ പടം ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പടത്തിന് ടിക്കറ്റ് എടുക്കുക. അത് വെർത്താണ്. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന് ഈ ഒരു പടം വെർത്താണ്. ഫ്രഷ് ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി പോവുക, പടം കാണുക, എൻ്റർടൈൻ ആവുക, തിരിച്ചു പോരുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സർവമായ എന്നൊരു പടത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഇനി പടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കമൻ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് തീരുമാനിക്കുക ഈ ഒരു പടം കാണണോ വേണ്ടേ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.